സിനിമാ പ്രവർത്തകരുടെ രോഷവും ദുഃഖവും അവസാനിക്കുന്നില്ല. അവർ മേഖലാടിസ്ഥാനത്തിൽ പ്രതിഷേധിക്കുകയാണ്. സിനിമാ കുടുംബത്തിലെ നമ്മുടെ പ്രിയ സഹോദരിയായ കലാകാരിക്ക് നേരെ ഉണ്ടായ പൈശാചിക ആക്രമണത്തെ നാം ശക്തമായി അപലപിക്കുന്നു. ആ സഹോദരിക്ക് എല്ലാ പിന്തുണയും ഐക്യദാർഢ്യവും ഫിലിം ഫ്രട്ടേണിറ്റി പ്രഖ്യാപിക്കുന്നു. അതിന് പല വ്യാഖ്യാനങ്ങളും കൊടുക്കാനായിട്ട് നമ്മുടെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇതിലെപ്പോഴും നമ്മളൊരു കാര്യമുണ്ടാവുമ്പോൾ ആളുകൾ രണ്ട് പക്ഷം പിടിക്കും. ഒരു പക്ഷം എന്തെങ്കിലും കാര്യത്തിന് ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും പോയിന്റ് ചെയ്തുകൊണ്ട് എന്ത് കാര്യം നടന്നാലും അതുണ്ട്. അതിപ്പോൾ സിനിമയിൽ ആണെങ്കിൽ തന്നെയും ചെറിയ സമരങ്ങളോ കാര്യങ്ങളോ ഒക്കെ നടക്കുമ്പോൾ അത് മുതലെടുക്കാനായിട്ട് അപ്പുറത്ത് നിന്നുകൊണ്ട് ചെളിവാറി എറിയുന്ന ഒരു പ്രവണത എന്നും നടക്കുന്നുണ്ട്. ഈ സംഭവം നടക്കുമ്പോഴും ചില വ്യക്തികളെ പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് അവരാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്ന രീതി വരെ എത്തി വളരെ മോശമായ രീതിയിൽ, വളരെ മ്ലേച്ഛമായ രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഏതൊക്കെ വ്യക്തികളെക്കുറിച്ചാണോ എന്തോ, ഏതായാലും താനല്ല എന്ന് ഒരു നായകൻ ഇതിനിടയിൽ പ്രസ്താവിച്ചു കഴിഞ്ഞു. ആരൊക്കെയാണാവോ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നത്? ചില രാഷ്ട്രീയ നേതാക്കൾ വരെ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. സുരേഷിൻ്റെ കുടുംബത്തിലെ ഒരാൾ തന്നെ ഇങ്ങനൊരു കെണിയിൽ പെടാൻ പോയതാണ്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു, ഒന്നും സംഭവിച്ചില്ല. പക്ഷേ അന്നു തന്നെ കേസും കൊടുത്തതാണ്. 3 പ്രാവശ്യം ഞാൻ ആ സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചു. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ 3 പ്രാവശ്യം ഞാൻ വിളിച്ചു ചോദിച്ചു, ഇതെന്താ ഈ കാര്യം എന്ന്. ഒരു മറുപടിയുമില്ല. എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് ആൾ ഒളിവിൽ പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഒളിവിൽ പോയ ആൾ 5 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഭീമാകാരനായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അയാളെ അന്ന് ഇത് പിടിച്ചിരുന്നെങ്കിൽ, അന്ന് ഇതിനൊരു തടയിട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ സംഭവം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അതിന് ഉത്തരവാദി ആരെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും അവശേഷിക്കുകയാണ്. അതിനുള്ള ഉത്തരം ആ വേദിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഗുണ്ടായിസം പല മേഖലകളിലുമുണ്ട്. അതിൽ വളം വെക്കുന്നത് രാഷ്ട്രീയ ഗുണ്ടായിസ പോലീസ് കൂട്ടുകെട്ടാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവർക്ക് സംരക്ഷണം നൽകുന്നത്, ഗുണ്ടകൾക്ക് സംരക്ഷണം നൽകുന്ന പോലീസാണ്. പോലീസിന് സംരക്ഷണം നൽകുന്നത് രാഷ്ട്രീയക്കാരാണ്, ഞാൻ ഉൾപ്പെടെയുള്ളവർ. കോൺഗ്രസുകാരനായ പന്തളം സുധാകരനെ പോലെ കുമ്പസരിക്കാനൊന്നും BJP-ക്കാരെ കിട്ടില്ല. അവർക്കറിയാം ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന്. ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതി തന്നെ CPM-ന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ്. കണ്ണൂർ ജില്ലയില് കതിരൂരിൽ മനോജ് കൊലക്കേസിലെ പ്രധാനപ്പെട്ട ഗൂഢാലോചന കേസിലെ പ്രതിയായിട്ടുള്ള സജിലേഷിന്റെ സഹോദരൻ ബിജീഷ് ഈ കേസിൽ ഒരു പ്രതിയാണ്. കണ്ണൂരിൽ ഇത്തരം കേസുകളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ബിജീഷ്. അതുകൊണ്ട് തന്നെ CPM-നകത്തുള്ള ചില കൊട്ടേഷൻ സംഘങ്ങൾ ഈ കേസിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് ബിജീഷിന്റെ പങ്കാളിത്തത്തിലൂടെ ബോധ്യമായിട്ടുണ്ട്. കണ്ടില്ലേ, BJP-ക്കാർക്ക് എല്ലാം കൃത്യമായിട്ടറിയാം. CPM-നകത്ത് കൊട്ടേഷൻ സംഘങ്ങൾ എത്രയെണ്ണമുണ്ട് എന്ന് വരെ അറിയാം. ഈ കേസിലെ മറ്റു പ്രധാനപ്പെട്ട പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇടപെട്ടിട്ടുള്ളത് CPM-ന്റെ നേതൃത്വം തന്നെയാണ്. നമ്മുടെ നാട്ടില് എന്തും പറയാൻ ലൈസൻസ് ഉള്ള കുറെ ആൾക്കാരുണ്ട്. അവർക്ക് എന്തും വിളിച്ചു പറയാം. അതൊന്നും തടയാൻ ഇപ്പം ഞങ്ങൾക്കാർക്കും കഴിയുന്നില്ല. എന്തും പറയാൻ ലൈസൻസ് ഉള്ളവർ മാത്രമല്ല, എന്തും ചെയ്യാൻ ലൈസൻസ് ഉള്ളവരും നമ്മുടെ നാട്ടിലുണ്ട്. അവരും ചെല്ലുന്നത് CPM-ന്റെ നേരെയാണ്. എന്നെ അടിച്ചു അവസാനമാക്കി. ഇവിടെ പ്രണാളിയല്ല. ഓടിയിറങ്ങി നടക്കും ഞങ്ങൾ, പാടത്തിരുന്നു ചിരിക്കും ഞങ്ങൾ. ഓടിയിറങ്ങി നടക്കും ഞങ്ങൾ, പാടത്തിരുന്നു ചിരിക്കും. അത് ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളത് ചെയ്യും. അത് ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളത് ചെയ്യും. അമ്പലപ്പൂക്കന്മാർ വെട്ടിയ റോഡ് നിനക്കെഴുതി തരണോ? ഇത് ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ റോഡ്.
അതിൽ എങ്ങനെ 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 പോണം എന്നും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ റോഡിലിറങ്ങി നടക്കും, ഞങ്ങൾ പാടത്തിരുന്നു ചിരിക്കും. ഞങ്ങൾ റോഡിലിറങ്ങി നടക്കും, ഞങ്ങൾ പാടത്തിരുന്നു ചിരിക്കും. അത് ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളത് ചെയ്യും. അത് ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളത് ചെയ്യും. ഞങ്ങളുമുണ്ട് ഇവന്റെ കൂടെ, ഞങ്ങളുമുണ്ട് ഇവന്റെ കൂടെ. ഇത് ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളത് ചെയ്യും. അത് ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളത് ചെയ്യും. അത് ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളത് ചെയ്യും. എന്തും ചെയ്യാമെന്ന നില വന്നാൽ എങ്ങനെ ഉണ്ടാവുമെന്നും കണ്ടല്ലോ. ഏതായാലും ഇപ്പോൾ കർട്ടൻ താഴ്ത്തുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.